പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വള്ളിക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷം? ഞാനിന്ന് ഒരു ചെറിയ യാത്ര പോവുകയാണ്. ഇന്ന് ഇലക്ഷൻ ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാൻ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുവഴി ബെയിലിപ്പാലവും ഒക്കെ ഒന്ന് കണ്ടു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് ഇന്നുവരെ പോകാൻ സാധിച്ചിട്ടില്ല അവിടെ, കാരണം പോലീസിൻ്റെ കർശന ചെക്കിംഗ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ ചൂരൽമല പാലത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്താണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സുഹൃത്താണ്. എനിക്ക് കൃഷി സാധനങ്ങളൊക്കെ തന്ന് സഹായിക്കുന്ന ഒരാളാണ്. ഏലത്തൈയും മറ്റും വന്ന് പുള്ളി കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ സെബാസ്റ്റ്യൻ ചേട്ടനെ ഒന്ന് കാണാനും അതുവഴി ചൂരൽമല ഒന്ന് കണ്ടു മടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം റോഡിൻ്റെ തകൃതിയായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല വീതിയിലും നല്ല രീതിയിലുമാണ് അവിടെ റോഡ് ഇപ്പോൾ പണി നടക്കുന്നത്. ഏതായാലും ചൂരൽമലക്കാർക്കും ആ ഭാഗത്തുള്ളവർക്കും അത്രയും ആശ്വാസം. കുന്നും മലകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഈ ഭാഗം നശിച്ചു പോവുക എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ മരിച്ചുപോയ എൻ്റെ സുഹൃത്തുക്കളും അല്ലാത്തവരുമായ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ വീട് തറവാട് വീട് അതിൻ്റെ അടുത്തുള്ള താഞ്ഞിലോട് എന്ന ഗ്രാമത്തിലാണ്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ചൂരൽമലയ്ക്ക് പോകാൻ സാധിച്ചില്ല. കാരണം എനിക്ക് ആരുടെയും ഒരു എൻട്രി പാസോ കാര്യങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ സാധിക്കാത്തത്. എന്തായാലും ഇന്നെങ്കിലും ഒന്ന് പോകാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും റോഡിൻ്റെ പണികളൊക്കെ വളരെ ഭംഗിയായിട്ട് മേപ്പാടി മുതൽ ചൂരൽമല വരെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടിഞ്ഞു പോയ ഭാഗങ്ങളും താഴ്ഭാഗത്തുള്ള എല്ലാം കെട്ടി കരിങ്കല്ല് കൊണ്ട് പാകി കെട്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം, ഈ ചൂരൽമലക്കാർക്ക് ഇത്രയും ദുരന്തമുണ്ടായിട്ട് അവർക്ക് ഒരു കാര്യമായ അത്രയും 2-3-4 മാസമായിട്ട് ഇതുവരെ ഒരു കൃത്യമായ ഒരു സഹായധനം അവർക്ക് എത്തിക്കാൻ ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആരും അങ്ങോട്ട് തിരിഞ്ഞു എന്താ പറയുക, ഇത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക. എന്തോരം സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ ഉപാധികളും നശിച്ചു പോയി. എന്നിട്ടും ഒരു കൃത്യമായ ഒരു ജീവിതമാർഗം അവർക്ക്, താമസമാർഗം അവർക്ക് ഇന്ന് വരെ കൊടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. ഒരു കൈയൊഴിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഉള്ള പൊതുവെയുള്ള ഒരു അവലോകനം നോക്കുമ്പോൾ തോന്നുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഈ കാര്യങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം. ലോകത്ത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എവിടെ ഇന്ന സ്ഥലമൊന്നുമില്ല. ഒരു ഭൂമി ഉൾക്കൊണ്ടായ പോരെ, എല്ലാം തകർന്നില്ലേ? എത്ര പേരാ പോവുക? മരിച്ചു കെട്ടി ഭൂസ്വത്തുക്കളും എല്ലാം പോയില്ലേ? അതിലൊരു കടൽക്ഷോഭം ഉണ്ടായി, ഒരു കൊടുങ്കാറ്റടിച്ചു, എല്ലാം നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ പോലുള്ളൊരു സംഭവമാണിത്. ആർക്കും എവിടെയും സംഭവിക്കാം. പക്ഷേ ഇത് ഇത്രയും അതിഭീകരമായ രീതിയിലൊരു ദുരന്തം ഉണ്ടായിട്ട് ആ ജനങ്ങൾ മുഴുവൻ ഒരു 1000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവുന്നതാണ് ഒരു അനൗദ്യോഗിക കണക്ക് നാട്ടുകാരൊക്കെ പറയുന്നത്. മണ്ണിൻ്റെ അടിയിലും ഒഴുകിപ്പോയതും എല്ലാം ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ശരീരങ്ങൾ കിട്ടാതെ.
എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ശ്രീനിവാസൻ, എൻ്റെ കൂടെ പഠിച്ച ഒരാളായിരുന്നു. അദ്ദേഹവും പോയി. അതുപോലെ അറിയുന്ന കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ, അടുത്ത ബന്ധുക്കളായിട്ടുള്ള ഔസേപ്പ് ചേട്ടൻ്റെ മകള്, മരുമോള്, അവരൊക്കെ പോയി. അങ്ങനെ ഞാൻ കണ്ടു മറന്ന കുറേ മുഖങ്ങൾ ഉണ്ട് അവിടെ. എനിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ബെയിലി പാലത്തിലെത്തി. ചൂരൽമല ടൗണ് ബെയിലി പാലത്തിലെത്തി. ഓഹ്, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഈ തകർന്ന് കിടക്കുക. ഞാൻ എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. എത്രയോ പ്രാവശ്യം ഞാൻ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ, ഡ്യൂട്ടിക്കിടയിൽ ഇവിടെയൊക്കെ വന്ന് റെയ്ഡ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ ചൂരൽമല ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വളരെ ഗാംഭീര്യത്തോടെ നിൽക്കുകയാണത്. കാരണം അതിനെയൊക്കെ അതിജീവിച്ച്, ഈ വെള്ളപ്പൊക്കത്തിനെയൊക്കെ അതിജീവിച്ച് അതിനെ തല ഉയർത്തി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് അന്ന് പണിത ആ കോൺട്രാക്ടറുടെ മിടുക്കൊണ്ടായിരിക്കും. എന്തായാലും അതിൻ്റെ ഒരു ഉറപ്പും കാര്യങ്ങളും വളരെ പ്രശംസനീയമാണ്. ബാക്കിയുള്ള വീടുകളും എല്ലാം തകർന്ന് ഒലിച്ച് തരിപ്പണമായിപ്പോയി. എല്ലാം ഒരു മൈതാനം പോലെ. ഞാൻ എത്രയോ പ്രാവശ്യം വന്നതാണ്. ഇവിടെ നിന്ന് നടന്നും അല്ലാതെയും. 84 മുണ്ടക്കയിൽ ഉരുൾ പൊട്ടിയപ്പോൾ ഞാൻ ഈ വഴിക്ക് വന്ന് നടന്നു പോയിട്ടുണ്ട് അങ്ങോട്ട്. അന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസമാണെന്ന്. അന്നിവിടെ മുണ്ടക്കയിൽ ഉരുൾ പൊട്ടി 16 പേരാണ് മരിച്ചത്. അന്നും ഞാനിവിടെ വന്നു പോയിട്ടുണ്ട്. കണ്ടില്ലേ പാലം? അതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ? ചൂരൽമല സ്കൂളാണ് പുറകിൽ കാണുന്നത്. അതിൻ്റെ താഴെയുള്ള സ്കൂളിലാണ് അധികം കേടുപാട് പറ്റിയത്. മുറ്റൻ പാറകൾ, 2ഉം 3ഉം വീടിൻ്റെ വലിപ്പമുള്ള പാറകളൊക്കെയാണ് അതാ പുറകിൽ വന്ന് ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. മുകളിൽ നിന്ന് ഒലിച്ചു വന്നതാണ്. ആ മേലെ ആ മല കാണുന്നില്ലേ? അതാണ് പുഞ്ചിരിമട്ടം. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മലകളാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ഉരുൾ പൊട്ടി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും വീഡിയോ. എന്നിരുന്നാലും ഞാൻ കണ്ട സ്ഥിതിക്ക് ഞാൻ എൻ്റെ സ്വന്തം ഒരു ഇതിൽ ഞാനങ്ങ് പറയുകയാണ്. എന്തെങ്കിലും അവിവേകമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനും എൻ്റെ പെങ്ങളുടെ മകനും കൂടിയാണ് ഇവിടെ വന്നത്. ആ കാണുന്നത് കണ്ടോ പുഞ്ചിരിമട്ടം? അവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം അങ്ങോട്ടൊക്കെ പോലീസുകാരൊന്നും ആരും വിടിയല്ല അങ്ങോട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് കയറിയത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. വാഹനം അവിടെ തടഞ്ഞ് ഞങ്ങൾ നടന്നു വന്നിട്ട് വെറുതെ പാലത്തെ കയറി ഒരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. വളരെ വിഷമകരമായൊരു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.